മോർണിംഗ് ഗൈസ്, മോർണിംഗ്. ഇത് നമ്മളെ മേലെ വീട്ടിൻ്റെ മേലെ ഉള്ള ഒരു ചെടികളൊക്കെ കാണിക്കും. ഞങ്ങളിവിടെ സ്ഥലത്തില്ലായിരുന്നു, എല്ലാം കുറേയൊക്കെ ഉണങ്ങിപ്പോയി, വെള്ളം ഒഴിക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പം ചെടികളെല്ലാം ഒരുപാട് നശിച്ചു പോയി. ഇതുള്ളത് റോസായാണ്, അലങ്കാര ചെടി, പേരെനിക്കറിയില്ല. അതൊന്ന് ഞവരയില എന്നാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ ഞവരയില. ഇത് വന്നിട്ട് താഴിക്കോള, ആലുവേര. ഇത് ആലുവേര ചെടി. ഇത് നല്ല ഇതിന് വാഴച്ചെടിമാരുള്ളത്, വാഴച്ചെടി മാതിരിയുള്ളത്. അത് നല്ല റെഡ് പൂവ്. പിന്നെ ഇപ്പുറത്തൊരു തുളസിയുണ്ട്. ഇത് വന്നിട്ട് നാരങ്ങയാണോ ഓറഞ്ചാണോ എന്നറിയത്തില്ല. അതിങ്ങനെ ഇലയൊക്കെ പഴുത്ത് വന്നു, ചൂടുകൊണ്ടായിരിക്കാം. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, പക്ഷെ പഴുത്ത് പോകുക. അത് 2 വർഷമായി, എന്നിട്ട് ഇത്ര ആയിട്ടുണ്ട്. കാരണം ഇതൊന്ന് ഡ്രമ്മിൽ വെച്ചേക്കില്ല, ചെറിയ ഡ്രം, പ്ലാസ്റ്റിക്. അതുകൊണ്ടായിരിക്കാൻ സാധ്യത. നമുക്ക് സ്ഥലമില്ലല്ലോ വേറെ. ഈ കാണുന്ന ടെറസും ആൾക്കെ ഉണ്ട്, 2 BHK. അപ്പോൾ ഇത് വന്ന് ആരോഗ്യം പൂവക്കയാണ്. ഇത് പൂവക്കയാണ്. നല്ല സ്ഥലം കാണാനും കുറച്ചുകൂടെ പോകുന്നപ്പോൾ ഇത് പറിക്കാൻ പറ്റും, വിളവെടുക്കാൻ പറ്റും. അത് ഒരു വാഴച്ചെടിയാണ്. ഇത് വന്ന് റെഡ് കടലാസ് പൂ. ഇപ്പോൾ ഇലയൊക്കെ തളത്ത് വരുന്നു, പൂ വരും. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പ്രാവിൻ്റെ ശല്യമുണ്ട് ഇല്ലാതെ. അപ്പോൾ ആ പ്രാവിനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ഓൺലൈനിൽ ഒരു മൂങ്ങയാണ് എടുത്തത്. ആ മൂങ്ങയാണ് കൂടി. അതിനെ കാണുമ്പോൾ അത് പേടിച്ച് പോകുന്നതാണ്. അത് വെറുതെയാണ്. അമ്മ മേടിച്ച് വെച്ചു, അവിടെ ഇപ്പം അതിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. മൂങ്ങ അതിങ്ങനെ തല കറങ്ങും അല്ല. അതാണ് സാധനം. പിന്നെ ഇത് മാവ്, എല്ലാം ഡ്രമ്മിലായിട്ട് വരുന്നു. മാവിൻ്റെ ചെടിയുണ്ട്. 2 കൈതച്ചക്ക വണ്ട ഓടിച്ച് കൊണ്ടുവന്ന് ഞാൻ നട്ടു. അത് ഇത്രയായി. അത് നല്ല രസമുണ്ട്. നമ്മുടെ മൂന്ന് അങ്ങനെ അനങ്ങായിരിക്കുക. പിന്നെ ഇപ്പുറത്ത് എന്തൊരു ചെടിയാണെന്ന് എനിക്കറിയില്ല. കുമ്പളങ്ങയാണ്, ചെറിയ മത്തങ്ങയാണ്, ഒന്നും അറിയില്ല. ഇത്രയും പടം നിൽക്കൊണ്ട് പൂവ് വന്നു, പക്ഷെ ഒരു കായ് പോലും ഇല്ല. പപ്പായ ഉണ്ട്, പപ്പായയുടെ കായ എല്ലാം കഴിഞ്ഞു. ഇത് സീഡ് ഈ പ്രാവിനെ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ കെട്ടി വെച്ചിരിക്കുക. ഇത് കണ്ടാൽ പോകുന്ന ആൾക്കാർ പറയുന്നത് രാവിലെ ചുമ്മാ ഒന്നും പോയില്ല, അതിനെ വിളിച്ച് അവിടെ കെട്ടിയിട്ടുണ്ട്. നാരങ്ങച്ചെടി ഇത് ഇലയൊക്കെ ഒന്ന് പഴുത്തു പോകുന്നു. ഇപ്പം ഇലയൊക്കെ പഴുക്കുക, ചൂടുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. ഇപ്പം മഴയുണ്ട്, ഈ മഴ കൂടെ തണുപ്പായി. ഇത്രയാണ് ഞങ്ങളുടെ ടെറസിലെ പരിപാടി. പിന്നെ ഇവിടെ ഒരു ചെടിയുണ്ട്. ഇത് പിങ്ക് കളർ പൂ വരും. അത് ചെറിയ പൂ ഉണ്ടാക്കുന്നതാണ്. ഇത് ഫുള്ള് വരും പൂ. നല്ലൊരു ചെടിയാണ്, കാണാൻ നല്ല രസമുണ്ട്. കാരണം ഒരു ചെടിയുണ്ട്. ഒരുപാട് ചെടികളുണ്ടായിരുന്നു, എല്ലാം നശിച്ചു. മൊത്തം പോയി. ഇത് വന്നിട്ട് അമൃതവല്ലി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെറസിൻ്റെ കാര്യങ്ങൾ. എന്താണ് ഇവിടെയാണ് പ്രാവ് വന്ന് കുത്തിയിരിക്കുന്നത്. ആ പ്രാവ് വന്ന് കയറിയിരുന്ന് മൊത്തം ഞങ്ങൾ വിത്തിയെല്ലാം നശിപ്പിക്കും. കംപ്ലീറ്റ് അവിടെ നിന്നെല്ലാം സാധനം ഇതാക്കും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെ വീഡിയോ പ്രദേശം കാരണം സുഖമില്ലായിരുന്നു. പനിയും കൂടുതൽ കയറി, പുറത്തിറങ്ങാനും വയ്യ, ഒന്നും വയ്യ, കൂടെ വയ്യ. അങ്ങനെ ഇരിക്കുക. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടാണ് മെയിൻ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ കടലാസ് ചെടിയുടെ കൂടെ ഒരു വെള്ളം ഇവിടെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ട്. കേട്ടോ, മൈക്കിൻ്റെ കിട്ടിയാൽ ഒരു വെള്ളയുടെ വാങ്ങിച്ചാൽ വെള്ളം
ചുവപ്പായിരിക്കും, നല്ല രസമായിരിക്കും കാണാനൊക്കെ. ഒന്ന് വാങ്ങിക്കണം. മൂങ്ങ സാറ് ഇവിടെ തന്നെ ഇരിക്കുക. മൂങ്ങ സാർ ഒക്കെയാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല, കാരണം വയ്യ, ഭയങ്കര സുഖമില്ല വേദിക്ക്. കോൾഡും പനിയൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്നൊക്കെ വാങ്ങിച്ച്. സാധാ പനിയല്ല, ഒന്നുമില്ല. അതിന് ചുമയുണ്ടായിരുന്നു, ഇന്നലെ ചുമയുടെ മരുന്ന് വാങ്ങിച്ച് കുടിച്ചു. ഒരു കുറവുണ്ട്. പുറത്തോട്ട് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റുന്നില്ല. അല്ല, ഈ ടെറസിലെ കുറേ ചെടികളൊക്കെ നിങ്ങളെ കാണിക്കാമെന്നുള്ള ഒരു ആകാംക്ഷയിൽ ഞാനിങ്ങനെ എടുക്കുകയാണ്. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ചെയ്യുക. വളരെ വലിയ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പൂവൊക്കെ നമ്മളെ ലാസ്റ്റ് ടൈം ഒത്തിരി കിലോ കണക്കിന് വലിയ ഡ്രമ്മിൽ വെച്ചു. ഇപ്രാവശ്യം അത്ര ഇല്ല. 2 ചെടി ചുറ്റി ചെറിയ ഡ്രം ഒരു. പക്ഷെ ഇത് നാരങ്ങയാണോ ഓറഞ്ചാണോ ഒന്നും പിടിയില്ല ഗൈസ്. ഇവിടെ കമൻറ്റിൽ പറയുക ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോകുന്നുണ്ട്. മുള്ളുണ്ട്, ഇത് വലിയ മുള്ളുണ്ട്. കാലഘട്ടത്തിൽ മുള്ളും വരും. വലിയ കായ് വരുമ്പോഴേ അതായിരിക്കും വെയിറ്റ് ആൻഡ് സീ. കായൊന്നും പൂക്കളുണ്ട്. ഇതാണ് പൂക്കൾ. അത് അറിയത്തില്ല. വളരുക. പിന്നെ പൈനാപ്പിള് നിങ്ങളുടെ പരിപാടി. ചെടി ശരിക്കും